മഅല്ലദീന അൻഅമല്ലാഹ് വമൻ യുതിഇല്ലാഹ വറസൂല. അതിനേറ്റവും നല്ല മാർഗം ചെറുപ്പക്കാരെ ട്രെൻഡിന്റെ പിന്നാലെ പോകലല്ല. ഓ ഉമ്മമാരെ, ആഭാസങ്ങളുടെ പിന്നാലെ പോകലല്ല. വമൻ യുതിഇല്ലാഹ വറസൂൽ, അല്ലാഹുവിനെയും ഹബീബായ തങ്ങളെയും അനുസരിച്ച് ജീവിക്കലാണ്. ഒരാൾ അല്ലാഹുവിനെയും ഹബീബായ തങ്ങളെയും കൃത്യമായി അനുസരിച്ചാൽ അയാൾ ആ നിലക്കാണ് മരിക്കുന്നത്. അനുസരണ എന്ന് പറഞ്ഞാൽ എന്താണ്? ത്വാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സമർപ്പിതമായ ജീവിതത്തിനാണ് പറയുക. ഒരു വാപ്പയെ മകൻ എങ്ങനെയാണ് അനുസരിക്കുക? ആ വാപ്പക്ക് ഇഷ്ടമില്ലാത്തതൊന്നും അയാളെ ജീവിതത്തിൽ ചെയ്യുകയില്ല. അതേ സമയത്ത് എന്തെങ്കിലും ചില കാര്യങ്ങൾ മാത്രം വാപ്പയോട് ഉമ്മയോട് പിന്നെ അവരെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ അത് മാതാപിതാക്കളെ അനുസരിക്കലാവൂല. അതുകൊണ്ടല്ലേ റാബിയത്തുൽ അദ്വിയ ബീബി റളിയല്ലാഹു അൻഹ ഒരു പാട്ടുപാടി ഓ മനുഷ്യന്മാരെ ചോദ്യം ചോദിക്കുന്നത് എന്താണ്? റാബിയത്തുൽ അദ്വിയ ബീബിയുടെ ഒരു ചോദ്യം വിശദമായി പറയാൻ സമയമില്ല, കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. ഇതൊരു വാദ് പറയാനുള്ള സദസ്സല്ല. ഇവിടെ ജലാലിയ റാത്തീബ് നടക്കുകയാണ്, അതിൽ നമ്മൾ ആനന്ദം കൊള്ളുകയാണ്. ഇൻഷാ അല്ലാഹ് മഹാനായ തങ്ങളവറുകൾ അല്പസമയം കൊണ്ട് ഇവിടെ എത്തുകയാണ്. എല്ലാവരും വന്നിട്ട് മുമ്പിലുള്ള കസേരയിൽ ഇരിക്കുക, സീറ്റുകളിൽ തന്നെ ഇരിക്കുക. സ്ത്രീകളുടെ ഭാഗത്തേക്ക് പ്രത്യേകമായി ഇൻഷാ അല്ലാഹ് കസേരകൾ നമ്മുടെ വോളണ്ടിയേഴ്സ് എത്തിക്കുന്നുണ്ട്. ആവശ്യമുള്ള കസേരകൾ എത്തിച്ചു കൊടുക്കുക. ഉമ്മമാരെ നല്ല നിയത്തോടു കൂടെ ഇരുന്നോ. ഇതൊരു വഅദിന്റെ സദസ്സല്ല, മറിച്ച് പുന്നാര ഹബീബിന്റെ മദ്ഹിന്റെ അവിടത്തെ പേരക്കുട്ടികളിലെ പ്രഗൽഭരായ സയ്യിദവറുകൾ നേതൃത്വം നൽകുന്ന നല്ല ദിക്റിന്റെ മജ്ലിസാണ് കേട്ടോ. വലിയ മഹത്തുക്കൾ ഇജാസത്ത് നൽകിയ ദിക്റിന്റെ മജ്ലിസാണ് കേട്ടോ. ഒരുപാട് രോഗങ്ങൾക്ക് പരിഹാരം ലഭിച്ച, ഒരുപാട് മുറാദുകളെ ഹസ്വിലായ, ഒരുപാട് അത്ഭുതങ്ങൾക്ക് സാക്ഷിയായ വലിയൊരു മജ്ലിസാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ ഇവിടത്തെ യുവജന കൂട്ടായ്മ ഉണ്ടാക്കിയത്. അല്ലാഹുവേ നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ റഹ്മാനെ. റാബിയത്തുൽ അദ്വിയ റളിയല്ലാഹു അൻഹ ചോദിച്ചു, പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹുവിനെ വഴിപ്പെടുന്നവരാണെന്ന് നിങ്ങൾ വാദിക്കുന്നു, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് നിങ്ങൾ വാദിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾ വാദിക്കുന്നു. പക്ഷേ ജീവിതത്തിൽ അത് കാണുന്നില്ലല്ലോ. ഹദാല അംദി ഫിൽ ഖിയാസി ബദിയു ലൗ കാന ഹുബ്ബുക സ്വാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. അതേ തസില്ലിലാഹ വ അൻത തളുഹുറു ഹുബ്ബഹാ. നീ അല്ലാഹുവിനെ മാറ് കാണിച്ചിട്ട് റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്നയാളാണെന്ന് നീ വാദിക്കുന്നു, അല്ലാഹുവിനെ പേടിക്കുന്നയാളാണെന്ന് നീ വാദിക്കുന്നു. ഹദാലംദി എന്റെ ആയുസ് തന്നെ സത്യം. ഫിൽ ഖിയാസി ബദിയു ഇത് അസംഭവ്യമാണ്. രാത്രിയും പകലും ഒന്നാകാറില്ല. അതുപോലെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അല്ലാഹ്ക്ക് മാറ് കാണിക്കുന്ന കൂട്ടുകാരെ, അല്ല വിരോധിച്ച മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ, മദ്യം ഉപയോഗിക്കുന്നവരെ, അല്ല വിരോധിച്ച പാട്ടിന്റെ പേക്കൂത്തിന്റെ പിന്നാലെ പോകുന്നവരെ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ മഹബത്ത് വെക്കുന്നവരാണെന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ടല്ലോ. ഇല്ല ഇല്ല, ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ലൗ കാന ഹുബ്ബുക, നിന്റെ ഹുബ്ബ്, നിന്റെ മഹബത്ത്, നിന്റെ പ്രേമം, നിന്റെ സ്നേഹം അത് ഒറിജിനലാണ്. ഹുബ്ബൻ സ്വാദിഖോ, ഡ്യൂപ്ലിക്കേറ്റ് അല്ല.
അഭിനയമല്ല, ആത്മാർത്ഥമായ സ്നേഹമാണെങ്കിൽ യഥാർത്ഥത്തിൽ നീ എത്രയോ ആളെ സ്നേഹിക്കുന്നുണ്ടല്ലോ, ആ സ്നേഹിക്കുന്നവരോട് ഇങ്ങനെ മാറി കാണിച്ചാ നിന്റെ സ്നേഹം നിലനിൽക്കുമോ? നിന്റെ കാമുകനോട് അവൻ ഇഷ്ടമില്ലാത്തത് ചെയ്താൽ നിന്റെ പ്രേമം നിലനിൽക്കുമോ? നിന്റെ ഭർത്താവിനോട് അവൻ ഇഷ്ടമില്ലാത്ത പലതും ചെയ്തിട്ട് നീ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ അത് ശരിയാകുമോ? ഉമ്മാ, ഹബീബായ തങ്ങളോട് നിനക്ക് ഇഷ്ടമുണ്ടോ? ആ മഹബ്ബത്തിന്റെ അടയാളം ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. നീ ആരെയാണോ സ്നേഹിക്കുന്നത് ആ സ്നേഹിക്കുന്നയാള് നീ വഴിപ്പെടുക തന്നെ ചെയ്യും. അതാണ് അല്ലാഹനെ നീ വഴിപ്പെടുന്നുണ്ടോ? റസൂലുള്ളാഹിനെ നീ വഴിപ്പെടുന്നുണ്ടോ? എന്നാൽ ഫഉലൈക, ആ വിഭാഗം, മഅല്ലദീന അൻഅമല്ലാഹ്, അല്ലാഹ് അനുഗ്രഹിച്ച ഒരു വിഭാഗത്തിന്റെ കൂടെയാണ്. ആരാണ് അല്ലാഹ് അനുഗ്രഹിച്ചവര്? മിനൻ നബീന, ഒന്നാമത്തെ ലിസ്റ്റ് നബിമാരാണ്. വസുദ്ദീഖീന, രണ്ടാമത്തത് സുദ്ദീഖീങ്ങളാണ്. വസ്വാലിഹീൻ, അതേ നല്ലത് മാത്രം ചെയ്യുന്ന, വേണ്ടാത്തൊരു ഇടപെടലും നടത്തൂല, വേണ്ടാത്തതൊന്നും സംസാരിക്കൂല, മറ്റൊരുത്തന്റെ ഗീബത്ത് പറയൂല, കുറവ് പറയൂല, അത് കേൾക്കൂല, നല്ലത് മാത്രം ചെയ്ത് ജീവിക്കുന്നവരാണ് സ്വാലിഹീങ്ങൾ. ആ സ്വാലിഹീങ്ങൾ അവര് നേരെ സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിൽ നബിമാരോടുകൂടെ സുദ്ദീഖീങ്ങളോടുകൂടെ നിങ്ങൾക്ക് പദവി കിട്ടുമേ. ഈ ആയത്ത് ഇറങ്ങുകയാണ്. സ്വഹാബത്തിന്റെ ചോദ്യം, എങ്ങനെയാണ് നബിയെ അങ്ങേ ഞങ്ങൾ സ്വർഗത്ത് വെച്ച് കാണുക? മറുപടി ഇങ്ങനെയാണ്, അതിനൊറ്റ മാർഗമേയുള്ളൂ, പരിപൂർണമായി അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക. വേഷഭൂഷാദികളില്, ആചാര അനുഷ്ഠാനങ്ങളില് എന്തെല്ലാം ട്രെൻഡുകൾ ലോകത്തുണ്ടെങ്കിലോ, കല്യാണത്തിന്റെ തലേ ദിവസം കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തികള്, അതുപോലെ തന്നെ പാതിരാ സമയം വരെ തേരാപാര നടന്നുകൊണ്ടുള്ള ശീലങ്ങള്, അതുപോലെ തന്നെ ലഹരിയുടെ വഴികൾ സ്വീകരിക്കുന്നത്, അതുപോലെ തന്നെ പല ആഭാസങ്ങളും ഈ സമുദായത്തിന്റെ അകത്തളത്തിലേക്ക് കൊണ്ടുവരുന്നവരാരാണോ അവരൊരിക്കലും സ്വർഗം കാണൂലെന്ന് മാത്രമല്ല, ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇത് പറയാനാണ് ജലാലി എവിടെ. ഇതിലേക്ക് നിങ്ങളെ ക്ഷണിക്കാനാണ് ഈ ആത്മീയമായ മജ്‌ലിസ് ഇവിടെ സംഘടിതമായത്. എങ്ങനെയാണ് കൂട്ടുകാരാ, എന്ത് ധൈര്യമാണ് നമുക്കുള്ളത്. അല്ലാഹ് നമ്മുടെ മുമ്പിൽ അന്തസ്സോടെ ജീവിച്ച ഒരുപാട് കൗമാരപ്രായമുള്ള ആളുകള്, ചോരത്തളപ്പിന്റെ അസമ്പത്തിന്റെ അന്തസ്സിന്റെ വഴിയിൽ ജീവിച്ച എത്ര ആളുകൾ അവര് പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിൽ വിശ്രമിക്കുകയാണ്. അല്ലാഹുവേ, നീ അവരുടെയൊക്കെ ഖബർ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. ഞാൻ ഈ നോട്ടീസ് കണ്ടപ്പോൾ ഇതിന്റെ നഗരം ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ പരിസരത്ത് താമസിച്ച അത്യാവശ്യം തരക്കേടില്ലാത്ത സാമ്പത്തികമായ വഴികളിലൂടെ റാഹത്തായി ജീവിച്ച സാധുവായ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അഷ്റഫ് കേളങ്കയം എന്ന് പറയുന്ന കൂട്ടുകാരനാണ്. അല്ലാഹുവേ, നീ അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. എങ്ങനെയുള്ള മരണമായിരുന്നു, എത്ര പെട്ടെന്നുള്ള മരണങ്ങളായിരുന്നു, എത്ര ചെറുപ്പക്കാര് മിൻ ഗൈരില്ലത്തി വകം മിൻ മരിദില്ലാശ ദഹ്റല്ലിലാ ദഹ്രി, ഒരു കാരണവും ഇല്ലാതെ അതാ തെങ്ങിൽ നിന്ന് നല്ല ഇളനീർ വീഴുന്നത് പോലെ
പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്ന എത്രയെത്ര ചെറുപ്പക്കാർ, എത്ര മയ്യിത്തുകൾ മോനെ. നമ്മുടെ ആലമ്പാടി പള്ളിയുടെ മൈതാനിയിൽ നല്ല യുവകോമളങ്ങളായ ചെറുപ്പക്കാര ജനാദകളുണ്ട്. അതുപോലെ തന്നെ എത്രയെത്ര ചെറുപ്പക്കാരികളുണ്ട്, എത്രയെത്ര പ്രായമുള്ള ഉപ്പമാരുണ്ട്. ഇനി നമ്മുടെ മുമ്പിൽ ആരാണ് മരിക്കുകയെന്നറിയോ? ഓരോ ദിവസവും മരണത്തിന്റെ വാർത്തകളല്ലേ? ഗൾഫ് രാജ്യത്തിൽ നിന്ന് എത്രയെത്ര മരണങ്ങളാണ്.